ഹായ് ഗൈസ്, ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 4 ഡേ 3 നമുക്ക് എപ്പിസോഡ് റിവ്യൂ ഒന്ന് നോക്കാം. ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തത് കൺഫ്യൂഷൻ തീർക്കണമേ ആ പാട്ട് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരും ഡാൻസ് ഒക്കെ ചെയ്തു. അതിനുശേഷം നമ്മുടെ സുരേഷ് ചേട്ടൻ വന്നിട്ട് നമ്മുടെ പൗഡർ കുട്ടപ്പൻ്റെ പേരെന്തായിരുന്നു, രതീഷിനോട് പറയുന്നുണ്ട്, നീ തന്നെ ഹഗ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഹഗ് ചെയ്തിട്ട് ഈ പുള്ളി എന്തോ മേത്ത കൊണ്ട് വിയർപ്പൊക്കെ തുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് രതീഷ് പൗഡർ കുട്ടപ്പൻ നമ്മുടെ രതീഷ് പരമ്പരി ചേട്ടൻ അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അവിടെ പിന്നെ തുള്ളിച്ചാടി ബഹളം വെക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളി പോയി സോഫയിൽ കിടന്ന് തന്നെ വർത്തമാനം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ടത്. ജാൻമണി ഈ കഴിഞ്ഞ ദിവസം ഈ പുള്ളി ഈ രതീഷ് ചേട്ടൻ ഈ പഴംപൊരി ചേട്ടനെ അപമാനിച്ച് വിട്ട ജാൻമണി, നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് ജാൻമണി വന്നിട്ട് ഫുഡ് കഴിക്കുന്നില്ല എന്ന് ചോദിക്കും. പുള്ളിക്കാരത്തേക്ക് അതൊരു പ്രശ്നമല്ല. ഇവൻ കാണിച്ചത് ഇവൻ്റെ ഓവർ ആക്ടിങ്, ഇവൻ്റെ ആ ഇതൊന്നും ഒരു പ്രശ്നമല്ല. പുള്ളിക്കാരത്തി വന്നിട്ട് വേറെ ആരും ഇങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല. പുള്ളിക്കാരത്തിയാണ് വന്നിട്ട് ചോദിക്കുന്നത്, വരും ഒന്ന് ദോശ കഴിക്കും, ഫുഡ് കഴിക്കുമെന്ന് പറയുന്നത്. ആ ഒരു പുള്ളിക്കാരത്തി എനിക്ക് തോന്നുന്നു നല്ലൊരു ക്യാരക്ടർ ഉള്ളതാണ്, നല്ലൊരു ക്യാരക്ടറുള്ള ഒരു ലേഡിയാണ് ഈ ജാൻമണി എന്ന് പറയുന്നത്. ഇവർ പൊട്ടൻ വെച്ചിരിക്കാൻ അങ്ങനെ മുമ്പോട്ട് പോകുന്നു. പിന്നെ പുള്ളിക്കാരന് ചൂടുവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ വഴക്കുണ്ടാക്കുന്നു. അങ്ങോട്ട് കൊണ്ട് തന്നെ കടന്ന് വഴക്കുണ്ടാക്കി അടുക്കളയിൽ കുത്തിയിരിക്കുന്നവരോടെയൊക്കെ ഉണ്ട് കേട്ടോ ഈ പുള്ളി. അതിനുശേഷം എല്ലാവരും കൂടി രാവിലെ അവിടെ മീറ്റിങ്ങിൽ വന്ന് സംസാരിക്കുമ്പോൾ ഓരോരുത്തർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നു. ബിഗ് ബോസ് വിളിച്ചിട്ട് ഓരോരുത്തരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ സുരേഷ് ഏട്ടൻ വന്നിട്ട് പറയുന്നുണ്ട്, ഇവരെന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ പഴംപൊരി രതീഷ് ചാടി വീഴുന്നുണ്ട്. മറിച്ചാണ് ചാടി വീഴുമ്പോൾ നമ്മുടെ സുരേഷ് മൊട്ടത്തലല്ലേ, സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ മറ്റേ മൊട്ടത്തല പുള്ളിക്കാരൻ, ഇരിക്കടാ അവിടെ, നീ അവിടെ ഇരിക്കടാന്നൊക്കെ പറഞ്ഞ് ഷട്ടപ്പൊക്കെ പറയുന്നുണ്ട്. നീ എന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കഴിഞ്ഞ ദിവസം. അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തലേ ദിവസം ജാൻമണി കെട്ടിപ്പിടിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടില്ല നീ രതീഷ് പഴംപൊരി പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് പുള്ളിക്കാരനും തിരിച്ചു പറഞ്ഞത്. അപ്പം ഓക്കെ, അങ്ങനെ സംസാരം നടന്നു. അങ്ങനെയൊക്കെ സംസാരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ രതീഷ് ഏട്ടൻ പോവുകയാണെന്ന് പറഞ്ഞ് പെട്ടിയും കിടക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് മറ്റേ ബിഗ് ബോസിൻ്റെ മെയിൻ ഡോറല്ലേ, വട്ടത്തിലെ മെയിൻ ഡോർ എടുക്കാൻ പോയിട്ട് ബിഗ് ബോസിനോട് പറയുക, ബിഗ് ബോസ് എന്നെ തുറന്നു വിടും, ബിഗ് ബോസ് എനിക്ക് വീട്ടിൽ പോടെ, ബിഗ് ബോസ് എനിക്കിതുപോലത്തെ നാറി കളിക്കാൻ പറ്റില്ല, ബിഗ് ബോസ് അങ്ങനെ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞു. ഗബ്രി ഇടയ്ക്ക് ചെല്ലുന്നുണ്ട്, ചേട്ടാ പോരുന്നതൊക്കെ പറഞ്ഞാൽ ഗബ്രി ചെല്ലുന്നുണ്ട്. പക്ഷേ എന്നാലും പുള്ളി പോകണമെന്ന് പറഞ്ഞ് പോയി. ഒരു മൈൻഡ് ചെയ്തില്ല. പുള്ളി വേണേ പോട്ടെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർ അവിടെ ഇരുന്നിട്ട് ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങേര് ചുമ്മാ അവിടെ പോയി കിടന്നിട്ട് എന്തൊക്കെയോ പറയുന്നത്. ആ ഡോറിൻ്റെ ഫ്രണ്ടിൽ പോയി കിടന്നിട്ട് പെട്ടിയൊക്കെ എടുത്തിട്ട് നമ്മൾ പ്രമാവർ കണ്ടാൽ എന്നെ തുറന്നുവിടും ബിഗ് ബോസ്, തുറന്നുവിടും ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട്. ആരും തുറന്നുവിടുന്നില്ല. എന്നിട്ട് രാവിലത്തെ ടാസ്ക് അല്ല, രാവിലത്തെ മീറ്റിംഗ് കഴിഞ്ഞാൽ എല്ലാവരും തിരിച്ചു പോകുന്നു. ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ വെയിലത്ത് പോയിരിക്കുമ്പോൾ ഗബ്രി എന്ന് പറഞ്ഞിട്ട് വെയിലത്ത് നിന്ന് മാറി, വീട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സങ്കടമാകും. വെയിലത്ത് നിന്ന് മാറിയിരിക്കാൻ പറയുന്നുണ്ട്. കുറച്ച് ആളുകൾക്ക് ഒന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഊളത്തരം കാരണം എല്ലാവരും തിരിച്ചു പോവുക. എന്നിട്ട് അവസാനം ബാക്കിയുള്ളവരെല്ലാം ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഇയാളവിടെ കിടന്ന് ഉറങ്ങും. സോഫയിൽ കിടന്ന് ഉറങ്ങിയപ്പം അലാറം അടിച്ചപ്പോൾ എല്ലാവർക്കും മറ്റേ ലക്ഷറി ബഡ്ജറ്റിൻ്റെ പോയിന്റ് പോകുന്നത് കൊണ്ട് അർജുനൊക്കെ വന്നിട്ട് പറയും, ചേട്ടാ നിങ്ങൾ വീട്ടിൽ പോകണേ പൊയ്ക്കോ, പോകുന്ന വഴിക്ക് പൊക്കോ, പക്ഷേ ഇവിടെ കിടന്ന് ഉറങ്ങി ഞങ്ങളുടെ ലക്ഷറി പോയിന്റ് പോകും എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഞാനിത് പറഞ്ഞിട്ട് ഒരു കാര്യം വിട്ടുപോയി. മറ്റേ ജിൻഡോ ഒരു പണി കാണിച്ചിട്ടുണ്ട്, പക്ഷെ അത് എപ്പിസോഡിൽ വന്നിട്ടില്ല. ലൈവ് കണ്ടവർക്കറിയാം. ജിൻഡോയോട് മറ്റേ യമുന റാണി ചേച്ചി കഴിഞ്ഞ ദിവസം ചായ ഇടാൻ പറഞ്ഞപ്പോൾ നീ ചായ ഇടുന്നതിൻ്റെ കൂടെ ബോഡി ഷോയും കൂടി കാണിക്കാൻ പറ്റും. പുള്ളിക്കാരത്തിൽ എന്താ പറയുക, ഒരു കോമഡി ആയിക്കോട്ടെ എന്ന് വെച്ച് പറഞ്ഞു. പക്ഷേ ജിൻഡോ അത് കോമഡി രൂപത്തിലല്ല എടുത്തത്. ജിൻഡോയുടെ എന്ന് പറഞ്ഞാൽ ഞാൻ ബോഡി ഷോ കാണിക്കണമെങ്കിൽ ലെങ്കോട്ടിയിട്ടത്, അത് ഈ ബോഡി ഷോ ഒക്കെ കാണിക്കുന്നവരിടുന്ന ഡ്രസ്സില്ലേ, എന്താ പറയുക, ഇന്നർ പോലത്തെ ഡ്രസ്സ്, അത് ഇട്ടെൻ്റെ കാണിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഭയങ്കര അലമ്പാക്കുന്നു. അപ്പോൾ ഇന്ന് മീറ്റിംഗ് കൂടിയപ്പോഴും അത് ജിൻഡോ പറഞ്ഞു, എനിക്കങ്ങനെ കാണിക്കാൻ എല്ലാവരുടെ മുമ്പിൽ അങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല, ചേച്ചിക്ക് കാണണമെങ്കിൽ ബാത്റൂമിലോട്ട് വരാൻ പറഞ്ഞു. ഒരു വൃത്തിയായിട്ട് രീതിയിലുള്ള വാർത്തയാണ്. പക്ഷേ അത് എപ്പിസോഡിൽ വന്നിട്ടില്ല, ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ ക്യാമറയുടെ മുമ്പിലൊക്കെ പോയി പറയേണ്ടത് ടെലികാസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അത് ലൈവിൽ പോയിട്ടുണ്ട്, എന്തായാലും എപ്പിസോഡിൽ വന്നിട്ടില്ല. ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കുമായിരിക്കും. എന്നിട്ട് പിന്നെ നമ്മുടെ പൗഡർ കുട്ടപ്പൻ, നമ്മുടെ രതീഷ് ഏട്ടൻ അവിടെ കിടക്കുകയാണ്. എന്നിട്ട് അവസാനം അർജുനൊക്കെ വന്നിട്ട് പറയും, നിങ്ങൾ കിടന്ന് ഉറങ്ങരുതേ, ഉറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളുടെയും കൂടി ലക്ഷറി പോയിന്റ് പോകും, താങ്കളുടെ പുറത്ത് പോയാലേ കണ്ടസ്റ്റന്റ് അല്ലാതാകുന്നുള്ളൂ. സോ ഇവിടെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് ഉറപ്പായിട്ട് അലാറടിയും, ലക്ഷറി പോയിന്റ് പോകും. ഒരു പുള്ളി പറയും, എന്നാൽ ഞാൻ വരാൻ കേട്ടോ, തിരിച്ചു വരാം. ഒരു നാണവും ഇല്ലാണ്ട് പുള്ളി വലിഞ്ഞ് കയറി തിരിച്ച് പിന്നെയും വന്നു. നമുക്കത് ഭയങ്കര ഷോ കണ്ടോ. ബിഗ് ബോസ് ഡോർ തുറന്നു തന്നില്ല, അതായത് ബിഗ് ബോസിന് എന്നെ വേണം എന്ന് പറയുന്നത് ഭയങ്കര ഷോ. ഇയാളെന്ന് പറഞ്ഞാൽ വെറുപ്പീരിൻ്റെ അങ്ങേറ്റാണ്. പിന്നെ അവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ പറയുന്നുണ്ട്, എന്നെ വാപ്പ ആനപ്പുറത്ത് കയറിയെന്ന് വെച്ച് മകളുടെ ചന്തിയിൽ ചടമുണ്ടാകണ്ടോ എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ റോക്കി ഏറ്റുപിടിക്കുന്നുണ്ട്. ചന്തി എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയും, റോക്കിയൊക്കെ ഏറ്റുപിടിക്കുന്നുണ്ട്. അതൊക്കെയാണ് അവിടെ സംഭവിച്ചത്. പിന്നീട് അങ്ങോട്ട് പോയത് ഇനി നമ്മുടെ പവർ റൂമിൽ കയറാനുള്ള ആളുകൾക്ക് ടാസ്ക് കൊടുക്കുന്ന പരിപാടിയാണ്. അതായത് പവർ റൂമിൽ കയറണമെങ്കിൽ ടാസ്ക് വിൻ ചെയ്യണം.
ആ ഒരു ടാസ്കിലോട്ട് വന്നപ്പം 3 ടീം, അതായത് ഇപ്പം പവർ റൂമിലുള്ള ഉള്ളവർ മാറി നിൽക്കണം, ബാക്കി 3 ടീമായിട്ടുള്ളവർ ഡിബേറ്റ് നടക്കണം. ആ ഡിബേറ്റിൻ്റെ അടുത്ത് ഇടയ്ക്ക് കുറച്ച് വാക്കുതട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായി, എങ്കിലും നല്ല രീതിയിൽ ഡിബേറ്റ് കൊണ്ടുപോയത് നമ്മുടെ സിജോ ആണ്. സോറി ഗൈസ്, കറണ്ട് പോയിരുന്നു. അപ്പം സിജോയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ആ ഡിബേറ്റ് മുമ്പോട്ട് കൊണ്ടുപോയത്. അവർക്ക് അതായത് ആ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി പവർ റൂമിലോട്ട് കയറാൻ പോകുന്നവർ അവർ പറയണം, അവർക്ക് പവർ റൂമിൽ ചെല്ലാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അവർ പറയണം. അത് നല്ല രീതിയിൽ കൊണ്ടുപോയത് നമ്മൾ സിജോയാണ്. പിന്നെ ജാസ്മിനും അത്യാവശ്യം വലിയ കുഴപ്പമില്ലായിരുന്നു. വേറെ ആരും അങ്ങനെ നല്ല രീതിയിലൊന്നും വർത്തമാനം പറഞ്ഞില്ല. സോ സിജോയുടെ ടീം തന്നെയാണ് ടാസ്കിൽ വിൻ ചെയ്തത്. ഇനി രണ്ട് ടാസ്കും കൂടി ഉണ്ട്, നാളെ മറ്റന്നാളായിട്ടാണെന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അത്രയൊക്കെ ഇന്ന് നടന്നുള്ളൂ. ബാക്കി പിന്നെ ഒബ്വിയസ്ലി എന്ന് നടക്കുന്ന പോലത്തെ നമ്മുടെ പഴംപൊരി രതീഷണ്ണൻ്റെ ഷോ, പുള്ളി ഉള്ളത് കണ്ടാട്ടോ ഷോ, എന്തൊക്കെ പറഞ്ഞാലും പുള്ളി ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ബിഗ് ബോസ് മുമ്പോട്ട് പോകുന്ന കുറച്ചൊക്കെ എൻ്റർടൈനിങ് ആകുന്നത് കേട്ടോ. അപ്പം അത്രയൊക്കെ നടന്നുള്ളൂ, വേറെ ഒന്നും നടന്നൊന്നുമില്ല, അത്രയേ ഉള്ളൂ.